രാവിലെ തന്നെ സിബിനും നന്ദനയും ഇരുന്ന് സംസാരിക്കുകയാണ്. സിബിൻ സംസാരിക്കുന്നത് ജാസ്മിനെ കുറിച്ചാണ്. ജാസ്മിന് ഒരു വൃത്തിയും വെടുപ്പുമില്ല എന്നാണ് അവിടെ സിബിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ വന്നിരിക്കാൻ പോലും തോന്നുന്നില്ല. വെയർത്ത് കുളിച്ച് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അവൾ വന്നിരുന്ന സ്ഥലമാണിത്. പിന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടും വെയർത്ത് കുളിച്ച് അവിടെ എഴുന്നേറ്റിരുന്നിട്ടും ആ കുളിക്കണം എന്നുള്ള വിചാരവുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നുകയാണ്, അറപ്പ് തോന്നുകയാണ് ഈ സീറ്റിലൊക്കെ വന്നിരിക്കാനായിട്ട്. ഗബ്രിയും ജാസ്മിനും കൂടി ഒരുമിച്ച് വന്നിരുന്ന സ്ഥലമാണിത്. ഞാൻ ഇപ്പം ഇരിക്കുന്നത് ഗബ്രി ഇരിക്കുന്ന സ്ഥലത്താണ്. ജാസ്മിന് ആ കിടന്ന സ്ഥലമൊക്കെ ഒന്ന് കാണണം. ആകെ വെയർത്ത് കുളിച്ചിട്ട് പിന്നെ അവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഡ്രസ്സ് മാറുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇന്നലെയൊക്കെ ആ ഡാൻസ് കളിച്ചിട്ട് വെയർത്ത് കുളിച്ചിട്ടാണ് ആ സോഫയിൽ വന്ന് കിടന്നത്. രാത്രി അവിടെയാണ് ജാസ്മിൻ വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്ന സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നുന്നുണ്ട് എന്നാണ് സിബിൻ നന്ദനയുടെ അടുത്തിരുന്ന് പറയുന്നത്. അപ്പം നന്ദന പറയുന്നുണ്ട്, എനിക്ക് ആ മുടി അഴിച്ചിട്ട് നടക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് പറ്റുന്നില്ല. മുടി കെട്ടിവെക്കണം എന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്കത് ഒരു തവണ പറഞ്ഞപ്പോൾ തന്നെ അതൊരു വിഷയമായി എന്നുള്ളത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പറയും. നമുക്കൂലി ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഒരു വൃത്തിയും വെടുപ്പൊക്കെ നോക്കുന്ന കാര്യമെന്ന് നന്ദനയും പറയുന്നുണ്ട്. പക്ഷേ സിബിൻ അത് ഭയങ്കര ഇറിറ്റേഷൻ എടുത്തുകൊണ്ട് ഭയങ്കര അറപ്പുളവാക്കുന്ന രീതിയിലാണ് സിബിൻ അതവിടെ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും വെയർത്ത് കുളിച്ചിട്ട് ആ ഡാൻസും കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കിടന്നു. പിന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടും അവിടെ എഴുന്നേറ്റിരിക്കുന്നു. എന്നാൽ ആ ആ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നു. എന്നാൽ ഡ്രസ്സ് പോലും മാറുന്നില്ല. എന്നിട്ട് മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യുന്നു. എനിക്ക് വല്ലാത്ത ഒരു അറപ്പും വെറുപ്പും തോന്നുന്നതൊക്കെയാണ് സിബിൻ അവിടെ ഇരുന്ന് പറയുന്നത്. എന്തായാലും ഇതിപ്പോൾ വീണ്ടും ജാസ്മിൻ്റെ ആ വൃത്തി എന്ന് പറയുന്ന കാര്യം അവിടെ ചർച്ചാ വിഷയമാവാണ്. അത് വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ലാലേട്ടൻ വരുമ്പോൾ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും അവർ പറയുന്നതിനും നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ഡെയിലി കുളിക്കാതെ വിയർത്ത് കുളിച്ച് അങ്ങനെ നടക്കുന്ന കാണുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ തോന്നുന്നത് സ്വാഭാവികമാണ്.